പിതാവിൻ്റെയും പുത്രൻ്റെയും റുഹാദ് ഖുദ്ദൂസായുടെ നാമത്തിൽ നയിക്കും ആമേൻ. ക്രിസ്തുവിൽ നിജപുത്രനും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനും അതുപോലെ തന്നെ ആത്മീയ പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുമായിട്ടുള്ള തിമത്യോസിനെ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 11-ാം വാക്യം മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നമുക്ക് അല്പനേരം ധ്യാനിക്കാം. വിശ്വാസം ഉജ്ജ്വലിപ്പിക്കുന്ന വിശ്വസ്തത എന്ന തലക്കെട്ടോടുകൂടെ നമുക്ക് ഈ ധ്യാനം ആരംഭിക്കാം. ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ അരുമ ശിഷ്യനായ തിമത്യോസിനോട് പറയുന്ന അല്പം ചില നിർദ്ദേശങ്ങളാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ 1-ാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യനാകുക എന്നുള്ളതാണ്. നാം നോക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ തിമത്യോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക എന്നുള്ളതാണ്. സൃഷ്ടി പ്രക്രിയയിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് സ്വന്തം സാദൃശ്യത്തിലാണ്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യനാകുക എന്നുള്ള ഒരു വലിയ നിയോഗം തന്നെയാണ് ദൈവം നമുക്കായിട്ട് നൽകി വച്ചിരിക്കുന്നത്. അതിലേക്ക് വളരുവാനായിട്ട് ഒരു വിശ്വാസി പാലിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെയാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയാണ് അവയെല്ലാം. അമിതമായ ഭൗതികത ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന തലമുറയിലെ അതിനൊരു ബദൽ സംസ്കാരം നിർമ്മിക്കുവാനും സൃഷ്ടിക്കുവാനുമായിട്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. സഭയാകട്ടെ, വ്യക്തികളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, ഭൗതികതയുടെ പിന്നാലെ പോകുമ്പോൾ അവിടെയൊക്കെയും ഈ പറഞ്ഞ വലിയ വിശേഷണങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യനോ ക്രിസ്തു വിശ്വാസിക്കോ ഉണ്ടായിരിക്കേണ്ടുന്ന വലിയ വിശേഷണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് നീതിയുടെ ബദൽ മാർഗത്തെ അല്ലെങ്കിൽ ബദൽ തലമുറയെ സൃഷ്ടിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് ഇവയൊക്കെ നമ്മിൽ നിന്ന് മാറിപ്പോയ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കുകയാണ്. അതുപോലെയുള്ള വലിയ നിയോഗം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ക്രിസ്തുവിൻ്റെ മനുഷ്യനാകുക, ദൈവത്തിൻ്റെ മനുഷ്യനാകുക. 1-ാമത്തെ ആ വലിയ നിർദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യനാകുക എന്നുള്ളത് തന്നെ. 2-ാമതായിട്ട് തിമത്യോസിന് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് വീണ്ടും വരവോളം പുലർത്തേണ്ടുന്ന വിശ്വാസവും സാക്ഷ്യങ്ങളെയും കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവോളം പുലർത്തേണ്ടുന്ന വിശ്വാസവും സാക്ഷ്യങ്ങളും. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും ഇന്നത്തെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും നൽകേണ്ടതുണ്ട്. വിശ്വാസം കെട്ടുപോകുന്ന തലമുറയിലെ ദൈവിക കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അവൻ നമ്മോട് ആവശ്യപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിൽ നിന്നുള്ള തിന്മയെയും മറ്റ് ദുഷ്ടവിചാരങ്ങളെയൊക്കെയും മാറ്റി നിർത്തി ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു: നീ നിഷ്കളങ്കനും നിരപവാദിയുനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്ന്. അതെ, നിശ്ചിതമായിട്ട് അവിടെ പറയുകയാണ്, നീ ഇതുപോലെ തന്നെ ചെയ്യണം. പ്രത്യക്ഷത വരെയോളം നീ ഈ കാര്യങ്ങളൊക്കെയും ഭംഗിയായിട്ട് നിർവഹിക്കണമെന്ന് തിമത്യോസിനോട് പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തികളും നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നതും മറ്റുള്ളവർക്ക് അതൊരു സാക്ഷ്യമായിട്ട് തീരുന്നതുമായിരിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളൊക്കെയും മറ്റുള്ളവർക്ക് ജീവിത സാക്ഷ്യങ്ങളായിട്ട് തീരണം. എങ്കിൽ മാത്രമേ നിത്യജീവൻ്റെ അനുഭവം നമുക്ക് അനുഭവഭേദ്യമായിട്ട് തീരുകയുള്ളൂ. അവസാനമായി 15ഉം 16ഉം വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യന് നൽകുന്ന ഒരു നിർദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപാടുകൾക്കായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. ദൈവമാണ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതെന്നും നമ്മുടെ അറിവുകൾക്കോ നമ്മുടെ ബുദ്ധിക്കോ
ദൈവത്തെ പരിപൂർണമായിട്ട് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയില്ല എന്നുമുള്ള വലിയ സത്യത്തെ തൻ്റെ ശിഷ്യന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. ഇവിടെ പറയുന്നു, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. അതാണ്, നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് പൂർണ്ണമായി ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതിന് നമ്മുടെ ജീവിതകാലത്ത് അവനെ മനസ്സിലാക്കുവാനായിട്ട് ഏറെ സമയമെടുക്കേണ്ടി വരും. കൃത്യമായ സമയത്ത് കൃത്യതയോടുകൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിത അനുഭവങ്ങൾ വിശാലമാകുകയും നമ്മൾ ദൈവത്തെ തിരിച്ചറിയുകയും ചെയ്യും. അതിന് ഒരു ധ്യാനം ആവശ്യമാണ്, നിരന്തരമായ ധ്യാനം. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ആ ധ്യാനം നമ്മുടെ ഒരു ഭാഗമായിട്ട്, ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് തീരണം എന്നാണ് അവിടെ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനോട് അവസാനമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 3 ചിന്തകളാണ് ഈ വേദഭാഗം നമുക്ക് നൽകിയത്. 1, ദൈവത്തിൻ്റെ മനുഷ്യനാകുക. 2, വീണ്ടും വരവോളം പുനരാഗമനത്തോളവും വിശ്വാസതയും അതുപോലെ തന്നെ സാക്ഷ്യ ജീവിതവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം എന്നുള്ളത്. 3, അവൻ തന്നെക്കുറിച്ചുള്ള വെളിപാടുകൾക്ക് നൽകുന്നതിനായിട്ട് കാത്തിരിക്കുക എന്നുള്ളത്. അതെ, ഒരു ക്രിസ്തു ശിഷ്യനായി തീരുമ്പോൾ വിശ്വാസം ഉജ്ജ്വലിപ്പിക്കുന്നതായിട്ടുള്ള വിശ്വസ്തത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ആയതിന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പ്രിയ ശിഷ്യന് നൽകുന്നതായിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലും പാലിക്കുവാനായിട്ട് തയ്യാറാകുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.